ഞാനൊരു 140 കിലോനോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം സ്മൈൽ ഡോക്ടറെ കണ്ടിരുന്നു. പക്ഷേ ചെയ്തില്ല. ഒരു 10 വർഷം അങ്ങനെ നീണ്ടുപോയിരുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നെ പ്രഷർ കൂടി, ഷുഗർ വന്നു, കാലിന് തരിപ്പ് വന്നു, നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ഓരോരോ അസുഖങ്ങൾ ഇങ്ങനെ കൂടി വന്നു. അപ്പോൾ പിന്നെ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി. ഇനി വലിയ ഡോക്ടേഴ്സൊക്കെ പോയപ്പോൾ അവർ പറഞ്ഞു ഇതിന് തടി കുറയ്ക്കാൻ മാത്രമേ മാർഗമുള്ളൂ, വേറെ ഇല്ല. ആദ്യം പ്രഷറിന് 1 ഗുളികയായിരുന്നു, പിന്നെ 2 ആയി, പിന്നെ 3 ആയി, പിന്നെ ഷുഗർ വന്നു, കൊളസ്ട്രോൾ വന്നു, പിന്നെ നിൽക്കാൻ വയ്യ, തരിപ്പ്. അപ്പോൾ എൻ്റെ കാണിക്കുന്ന പരിചയമുള്ള ഡോക്ടർമാരും മിംസിലെ ചീഫ് കാർഡിയോളജിസ്റ്റൊക്കെ കണ്ട് എല്ലാവരും പറഞ്ഞു വെയിറ്റ് കുറക്കണം, അതിന് സർജറിയാണ് ഏറ്റവും, കഴിയുന്നില്ലെങ്കിൽ പിന്നെ സർജറി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഞാൻ ധൈര്യത്തിൽ അത് ചെയ്തു. സർജറിക്ക് ശേഷം ഗുളികളെല്ലാം അതെല്ലാം നോർമലായി, ഒരു പ്രശ്നമില്ല. ഷുഗർ ഇല്ല, പ്രഷർ എല്ലാം നോർമലാണ്, ഇഷ്ടംപോലെ എല്ലാം ചെയ്യാൻ പറ്റുന്നതെല്ലാം. ഞാൻ അതിനെപ്പറ്റി ആദ്യം കുറച്ചൊക്കെ നോക്കിയിരുന്നു, ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ മറ്റ് ഡോക്ടർ പറഞ്ഞ പോലെ മറ്റ് സർജറികൾക്കുള്ളത്ര പോലും ഒരു പേടിക്കാൻ ഈ സർജറിക്ക് ഇല്ല എന്ന് മനസ്സിലായി. കാരണം അത്രയും സിമ്പിളാണെന്ന് മനസ്സിലായി. അത് മാത്രമല്ല പിന്നെ കോസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ കൂട്ടി നോക്കുമ്പോൾ ഒരു 5 വർഷം ടാബ്ലറ്റ് കഴിക്കാൻ കൊടുക്കുന്ന പൈസ പോലും ഇതിന് വരുന്നില്ല. കാരണം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നിച്ച് കൊടുക്കണം, പക്ഷേ ഒരുപാട് ലാഭമാണ്. ഞാൻ അത്ര 10-15 വർഷം ടാബ്ലറ്റും ഹോസ്പിറ്റലും ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലും അഡ്മിറ്റും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ എത്രയോ 1 വർഷമായിട്ട് ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, വളരെ സിമ്പിളാണ്. ഓപ്പറേഷനും വളരെ സിമ്പിളായിരുന്നു. അന്ന് തന്നെ എഴുന്നേറ്റ് നടക്കാനും പിറ്റേ ദിവസം കഴിഞ്ഞപ്പോൾ പോരും ചെയ്തു. അപ്പോൾ ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് പലതും ചെയ്തിട്ടുണ്ട്. നാച്ചുറോപ്പതിയിൽ അവിടെയൊക്കെ പോയിട്ട് പല പ്രാവശ്യം കുറക്കാനുള്ള എല്ലാ വിദ്യകളും നോക്കി. പക്ഷെ കുറയും, ഒരു 10-12-13 കിലോ ഒക്കെ കുറയും, പക്ഷെ അതേപോലെ കൂടും. അപ്പോൾ എന്നോട് ഒരു നാച്ചുറോപ്പതി ഡോക്ടർ പറഞ്ഞു, അദ്ദേഹം ഇതിനെ അംഗീകരിക്കുന്ന ആളല്ല, പക്ഷെ കേരളത്തിലെ ഒരു പ്രശസ്ത. അദ്ദേഹം പറഞ്ഞു എന്നോട് തടി കുറയ്ക്കാനേ മാർഗമുള്ളൂ. ഞാനൊരു 5-8 പ്രാവശ്യം അവിടെ പോയി കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി നീ ഇങ്ങോട്ട് വരണ്ട, ഇനി ആ സർജറി ചെയ്താൽ പക്ഷെ ആരോടും പറയണ്ട, കാരണം നിന്റെ തടി കുറഞ്ഞാൽ ഇത് മാറത്തുള്ളൂ, അല്ലാതെ നിന്റെ അസുഖങ്ങളൊന്നും മാറൂല. പിന്നെ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു കുറ്റിപ്പുറത്തുള്ള ഒരു അബ്ദുൾ റഷീദിനെ നീ അറിയോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം അറിയില്ല. പിന്നെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം അറിയാം. അപ്പോൾ അദ്ദേഹം തന്നെ ആകെ മാറി.